പുരോഗമന സമൂഹമെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ സമൂഹം എത്രത്തോളം പിന്നിലാണ് എന്ന് വ്യക്തമാക്കുകയാണ് ആഷിക കാനം എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റും വിദ്യാർത്ഥിനിയുമായ ഈ പെൺകുട്ടി. ഇന്ന് പുലർച്ചെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന തിക്താനുഭവമാണ് അവർ പറയുന്നത്. ഞാൻ എറണാകുളത്ത് നിന്നൊരു പരിപാടി കഴിഞ്ഞിട്ട് കോഴിക്കോട് പുലർച്ചെ ഒരു 5:30 മണിയോടെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത്. ആ സമയത്ത് എനിക്ക് പാലാഴി ഹൈലൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങോട്ടാണ് വരേണ്ടത്. നമുക്ക് സ്ഥിരമായിട്ട് വന്ന് പരിചയമുള്ള റൂട്ടുമാണ്. അങ്ങനെ SM സ്ട്രീറ്റിലൂടെ SM സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് ബസ് കയറുന്നൊരു സ്ഥലമുണ്ട്, ആ LICൻ്റെ ഒക്കെ ഭാഗത്തായിട്ട്. അവിടെ വന്ന് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. ആ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് അയാൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ചോദ്യത്തിൽ തന്നെ ഒരു ഡബിൾ മീനിങ് ഉണ്ട്. ഈ എത്തിയോ എന്നുള്ള ചോദ്യത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് എന്താ പറയുക റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്താ എനിക്ക് മനസ്സിലായില്ല എന്നുള്ള രൂപത്തിൽ ഞാനത് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് അയാൾ അന്നേരം പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് മാനാഞ്ചിറ സ്ക്വയറിലൊക്കെ ആളുണ്ട്. അപ്പം ബസ് കിട്ടൂല നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഭാഗത്തേക്ക് അവിടെ ആളുണ്ട്, അപ്പോൾ അങ്ങോട്ട് പാർക്കിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ആ സമയത്ത് അയാൾ ആ ഒരു സൈഡിലേക്ക് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. വീണ്ടും എന്നിട്ട് അവിടെ വെച്ചിട്ട് ചോദിക്കുന്നത് എന്താ പറയുക, ഫസ്റ്റ് ഈ എത്തിയോ എന്ന് ചോദിച്ച അതേ ആൾ ലിഫ്റ്റ് വേണോ എന്ന് ചോദിച്ചു വരികയാണ്. ആ സമയത്ത് ഞാൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇയാളോട്. അതിൽ ഇയാൾ പോയി. പിന്നെയും മൂന്നാമതും ഇതേ വ്യക്തി വീണ്ടും വന്നിട്ട് ഇതുപോലെ ആ ഒരു സംസാരം ക്ലിയർ ആയിരുന്നില്ല. പക്ഷേ ഞാൻ ആക്കിത്തരണോ എന്നുള്ള രൂപത്തിൽ എന്തോ ഒരു ടോക്കാണ് ഉണ്ടായത്. ക്ലിയർ ആയിരുന്നില്ല അത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. അതായത് എനിക്കിതിൽ പറയാനുള്ളത്, നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് രാത്രി ഇറങ്ങി നടക്കുന്നവരാണ്. രാത്രി ഇറങ്ങി നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും, ഞങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും. ഈ സമയത്തൊക്കെ ഞാൻ പോണ്ടിച്ചേരിയിലാണ് പഠിച്ചത്. ആ സമയത്ത് നമുക്ക് അവിടുന്ന് വരാൻ രാത്രി അല്ലാതെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് രാത്രി ചിലപ്പോൾ നട്ടപ്പാതിരക്ക് നമുക്ക് നാട്ടിൽ വന്നിട്ട് ഇറങ്ങേണ്ടി വരും. ഇങ്ങനെയുള്ള സമയത്ത് പെൺകുട്ടികൾ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിലേക്ക് പോവുക? അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ സുരക്ഷിതമാണെന്നുള്ള പല ഉൾഗ്രാമങ്ങളും അതുപോലെ പ്രദേശങ്ങളും ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക? ഇതിനൊരു ആൻസർ വേണം. ആൻസർ എന്നല്ലോ, ഇതിനൊരു സൊല്യൂഷൻ വേണം. കാരണം അത് നിർബന്ധമാണ്. നമ്മൾ വളരെ അപ്ഡേറ്റഡ് ആണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇപ്പോഴും രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തീർച്ചയായും അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരാതി പോലീസിനോ മറ്റോ നൽകിയോ? ഞാൻ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തീർച്ചയായും അതിലൊരു നിയമപരമായിട്ടുള്ള നടപടി നിയമപരമായിട്ട് അതിൽ മുന്നോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എന്നെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, ചുറ്റുമുള്ള ഓരോ പെൺകുട്ടികളെയും ബാധിക്കുന്നൊരു വിഷയമാണ്. നിങ്ങൾ പുതുച്ചേരിയിലാണ് പഠിച്ചത്, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോയിട്ടുണ്ട്, രാത്രികാലത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പോണ്ടിച്ചേരിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 24 അവർ എന്നുള്ള രൂപത്തിൽ തന്നെ നമുക്കവിടെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഷെഡ്യൂൾ അങ്ങനെ ആയിരുന്നു. കാരണം ഏത് നട്ടപ്പാതിരക്കും നമുക്കവിടെ ഇറങ്ങി നടക്കാൻ ഒരു പ്രശ്നമില്ലായിരുന്നു എന്നുള്ളതാണ്. ക്യാമ്പസ് ആണെങ്കിലും എല്ലാം 24 അവർ ലൈവായിട്ടുള്ളൊരു ക്യാമ്പസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഡൽഹിയിലും അതുപോലെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും എല്ലാം സഞ്ചരിക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് വരെ ഇതുപോലൊരു മോശം അനുഭവം എനിക്കൊരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തമെന്ന് വിചാരിക്കുന്ന ഒരു ഇടത്ത് നിന്നാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. പക്ഷേ ഞാൻ എല്ലാവരെയും അവിടെ കുറ്റം പറയല്ല, ഒരിക്കലും ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമെന്നല്ല. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ഈ സമയത്ത് ഞാൻ ആകെ പാനിക്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഒരു ഓട്ടോ വരുന്നുണ്ട്, ആ ഓട്ടോക്ക് ഞാൻ കൈ കാണിച്ചു. അതിൽ അയാൾ വേറെ എങ്ങോട്ടോ പോവുകയാണ്. എന്നെ അങ്ങനെ അവിടെ ഒരു സമയത്ത് അങ്ങനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അയാൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ കണ്ണും മുഖവും കണ്ടിട്ട് ഞാൻ നിർത്തിയതാണ് വണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തൂലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ലാസ്റ്റ് പോകുന്നത്. കാരണം ആ ആൾ എന്നെ എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ കുറേ ആളുകളുടെ ഇടയിൽ കൊണ്ട് ഇറക്കി തന്ന് ഞാൻ ഓക്കെ ആണെന്ന് ഉറപ്പാക്കിയിട്ടാണ് ആൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു സഹായം ആവശ്യം വരുന്ന സമയത്ത് അങ്ങനെ സഹായിക്കാനും ഇവിടെ ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പം അതിൽ വലിയ സങ്കടമുണ്ട്. പിന്നെ അതുപോലെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, പൊതുവെ നമ്മളെപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത്. പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് നേരത്തെ പ്രതികരിച്ചില്ല എന്നുള്ളത്. ഈ നേരത്തെ പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്, ആ സമയത്ത് വല്ലാതെ പാനിക്ഡ് ആയ ഒരു സിറ്റുവേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൂടായിരുന്നോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. നമുക്കൊരിക്കലും അത് കഴിയില്ല. ആ സമയത്ത് അത് അനുഭവിച്ചാൽ മാത്രം അറിയുന്നൊരു കാര്യമാണ്. നമുക്കൊരിക്കലും ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ നമ്പറിലേക്കോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. എനിക്കതൊന്നും ഓർമ്മയിലേ ഇല്ല. അങ്ങനെ ഒരു കാര്യം പോലും എൻ്റെ മൈൻഡിലില്ല. കാരണം ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ പ്രതികരിച്ചാലുള്ള അവസ്ഥ, ഇന്ന് രാവിലെ മീഡിയ വണ്ണിൻ്റെ ന്യൂസ് പോയ സമയത്ത് നിങ്ങൾ അതിൽ ആ ഒരു കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. എത്രത്തോളം മോശമായിട്ടുള്ള, എത്രത്തോളം വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ് അതിലെന്നുള്ളത്.
എൻ്റെ പാരൻസ് ഇത് കാണുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ദയവ് ചെയ്ത് ആ കമൻറ്റ് ബോക്സ് നോക്കരുത് എന്നുള്ള കാര്യം. കാരണം അവരിത് കണ്ടാൽ അത്രത്തോളം വൾഗറായിട്ടുള്ള സാധനങ്ങളാണ് അതിലുള്ളത്. ഒരു പെൺകുട്ടി പ്രതികരിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. ഇങ്ങനെ ഒരു സ്പേസിൽ നിന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പ്രതികരിക്കേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവർക്ക് സുരക്ഷിതമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ ചൂഴ്ന്നു നോക്കുന്ന കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള പ്രതീതിയാണോ ഉണ്ടാകുന്നത്? ഇന്നത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും ആളുകൾ മൊത്തം അങ്ങനെയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എല്ലാ വിധത്തിലും എല്ലാ മനുഷ്യരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇത്രയും കാലം പോകുന്നത്. എനിക്ക് ഇത്രയും കാലം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് വല്ലാതെ തളർത്തി കളഞ്ഞൊരു സംഭവം തന്നെയാണ് ഉണ്ടായത്. ഈ പെൺകുട്ടി തുറന്നു പറയുകയാണ്. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും താൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രയാസത്തിൽ അപ്പോൾ തനിക്ക് മറ്റൊന്നും ഓർക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആകെ പേടിച്ചു പോയി എന്ന് തന്നെ തുറന്നു പറയുകയാണ് ഈ പെൺകുട്ടി. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. പെൺകുട്ടികൾക്ക് രാത്രിയും പകലും ഒക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ അതിനുള്ള സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട് എന്ന് തുറന്നു പറയുകയാണ്. കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഉണ്ടാവാത്ത ദുരനുഭവങ്ങളാണ് കേരളത്തിൽ സ്വന്തം മണ്ണിൽ തന്നെ ഉണ്ടാവുന്നത് എന്നാണ്. ഇതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവർ കൃത്യമായി തന്നെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.